ഐഷ തിരോധാനത്തിൽ അയൽവാസി റോസമ്മയെ ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്യും. കേസിൽ സെബാസ്റ്റ്യനൊപ്പം റോസമ്മയ്ക്കും പങ്കുള്ളതായാണ് സംശയം. അതേസമയം ബിന്ദു പത്മനാഭൻ സിന്ധു തിരോധാനങ്ങൾ ചോദ്യചിഹ്നമായി തുടരുകയാണ്. എൻ്റെ ഭർത്താവ് 2008 മരിച്ചു. ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി കല്യാണം ആലോചിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനും ചോദിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് അത്ര വിശ്വാസമായിട്ട് തോന്നിയില്ല. അത് കാരണം തിരുനെല്ലിപ്പള്ളിയിലെ വികാരിയച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അന്നേരം അച്ഛൻ പറഞ്ഞു മഹാഭാവം ഇതാന്ന് പറഞ്ഞു. അത് അവർക്ക് പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഐഷ സുഹൃത്തായിരുന്നു, സമ്മതിച്ചു. പക്ഷെ മറ്റു പുള്ളിയുമായിട്ട് എനിക്ക് കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ യാതൊരു. ഓഗസ്റ്റ് 2-ാം തീയതി സെബാസ്റ്റ്യനെ പരിചയമുണ്ടെന്നും പരിചയം വിവാഹ അഭ്യർത്ഥന വരെ എത്തിയെന്നും ന്യൂസ് മലയാളത്തോട് തുറന്നു പറഞ്ഞ റോസമ്മ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ മലക്കം മറഞ്ഞു. ചേർത്തല ശാസ്താംകവല സ്വദേശിയും വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥയുമായിരുന്ന ഐഷ തിരോധാന കേസിൽ അയൽവാസി റോസമ്മ തുടക്കം മുതൽ സംശയ നിഴലിലാണ്. എനിക്കറിയത്തില്ല, നിങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എന്നതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചെടുത്തോണ്ട് പോക്കോ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സെബാസ്റ്റ്യനുമായി റോസമ്മ അടുപ്പത്തിലായിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഐഷയെ സെബാസ്റ്റ്യന് പരിചയപ്പെടുത്തി കൊടുത്തതും റോസമ്മ എന്നാണ് കണ്ടെത്തൽ. എന്നാൽ ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ കൃത്യമായ മറുപടികളല്ല 70-കാരിയായ റോസമ്മ ക്രൈംബ്രാഞ്ചിന് നൽകുന്നത്. ഇതുവരെ നൽകിയ മൊഴികളിലെല്ലാം അടിമുടി വൈരുദ്ധ്യമാണുള്ളതെന്നും പോലീസ് പറയുന്നു. റോസമ്മയും സെബാസ്റ്റ്യനും തമ്മിലുണ്ടായിരുന്ന അടുപ്പം തെളിയിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. റോസമ്മയുടെ പേരിലുള്ള കോഴി ഫാമിന്റെ ലൈസൻസിനായി 2017 സെബാസ്റ്റ്യനൊപ്പമാണ് റോസമ്മ ചേർത്തല നഗരസഭാ ഓഫീസിലെത്തിയത്. ലൈസൻസ് നൽകാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ ഇരുവരും ബഹളം വച്ചതായും ഉദ്യോഗസ്ഥർ മൊഴി നൽകി. ലൈസൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ ഫാമിലാണ് കഴിഞ്ഞ ദിവസം ഗ്രൗണ്ട് പെനട്രേറ്റർ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയത്. കാണാതായതിനു പിന്നാലെ തന്റെ ഫോണിലേക്ക് പല തവണ ഐഷയുടെ മിസ്ഡ് കോൾ വന്നതായി റോസമ്മ അവകാശപ്പെടുന്നു. തിരിച്ചു വിളിക്കുമ്പോൾ എടുക്കാറില്ലെന്നായിരുന്നു മൊഴി. ഇക്കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം റോസമ്മയെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം ബിന്ദു പത്മനാഭനെ എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇറ്റലിയിലുള്ള ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ പത്മനാഭനെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. DNA പരിശോധനയ്ക്കായി രക്തസാമ്പിളും ശേഖരിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ വീട്ടുപറമ്പിൽ നിന്ന് ലഭിച്ച അസ്ഥികഷ്ണങ്ങളുമായി സാമ്പിളുകൾ ഒത്തുനോക്കാനാണ് നീക്കം. തിരുവിഴയിൽ കാണാതായ സിന്ധുവുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടായിരുന്നുവെന്ന് കണ്ടെത്താനും സാധിച്ചിട്ടില്ല. സിന്ധു കേസിൽ സംശയത്തിലുള്ള തിരുവിഴ സ്വദേശി തങ്കപ്പന്റെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തിയിട്ടില്ല. 3 തിരോധാന കേസുകളിലെയും തെളിവുകൾ ശേഖരിക്കാനും സാക്ഷികളെ കണ്ടെത്താനും വട്ടം ചുറ്റുകയാണ് അന്വേഷണ സംഘം. ന്യൂസ് മലയാളം, ആലപ്പുഴ.